പള്ളിച്ചൽ ഹൈവേയിലെ ഗ്രീൻ സിഗ്നൽ ആയിട്ട് വണ്ടി എടുത്ത് മുന്നിലേക്ക് വന്നപ്പോൾ ഉണ്ടായ സംഭവമാണിത്. എല്ലാം സ്ലോ മോഷനിൽ മലക്കറിയും സാധനങ്ങളുമായിട്ട് ക്രോസ് ചെയ്യുകയാണ് കേട്ടോ. ഇലക്ട്രിക്കൽ ഫുണ്ടയുടെ കഴപ്പ് വേറെ. ഈ ലെഫ്റ്റ് എൻഡിൽ നിൽക്കണം ഈ മൈരമാരി ഇപ്പം ഈ സൈഡിൽ റൈറ്റ് ലൈനിൽ എൻഡിലേക്ക് വരേണ്ട ആവശ്യം എന്താണ്? നല്ല കടുവറുത്ത മരിച്ചിനിയും ഉള്ളിച്ചമ്മന്തിയൊക്കെ റെഡിയാക്കി അമ്മ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയത് എൻ്റെ സഹോദരിയാണ്. സാധാരണ നമ്മൾ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി ഇതിനോടൊപ്പം കഴിക്കാറില്ല. തേങ്ങാ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമാണ് ഉണ്ടാക്കി കഴിക്കാറ്. ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. സത്യം പറയാലോ, ഒരു രക്ഷയിലായിരുന്നു. എന്ത് രുചിയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ മരിച്ചിനി എന്ന്. ഇത് അത്യാവശ്യം ഇഷ്ടമാണ്, പക്ഷേ അമിതമായ ഇഷ്ടം ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ നല്ല രുചിയായിരുന്നു. ഞാൻ ഫോൺ കയ്യിൽ കൊടുത്താൽ മാത്രമേ ആഹാരം കഴിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ റീൽസ് ഒക്കെ കണ്ടിരുന്ന് മാത്രമേ കുഞ്ഞാപ്പി ആഹാരം കഴിക്കത്തുള്ളൂ. നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞമാരും ഇങ്ങനെ തന്നെയാണോ? ഇവരൊക്കെ വലുതാകുമ്പോൾ ഇവരുടെ കാഴ്ചകളൊക്കെ എങ്ങനെ ആയിരിക്കുമോ? ഇൻഫോസിസിന്റെ അടുത്തുള്ള ഗ്രീൻ സിഗ്നൽ എടുത്തപ്പോൾ ഒരു ആൾട്ടോ മൈരം കാണിച്ച കഴപ്പാണ്. ഈ ആൾട്ടോയും വാഗണാറൊക്കെ പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കണം ആദ്യം. ഇതേപോലെ വാർത്തമാർ തോന്നിയാൽ ഓരോന്ന് കാണിക്കൊണ്ടാണ് ആക്സിഡന്റ് സംഭവിക്കുന്നത്. ഗ്രീൻ സിഗ്നൽ ആയി കഴിഞ്ഞാൽ മെയിൻ ലൈനിലുള്ള വണ്ടിക്ക് മാത്രമേ അവിടെ കൂടെ പ്രവേശനമുള്ളൂ. ഇതിന്റെ ലോങ് വീഡിയോ സെക്ഷനിൽ ഇതിന്റെ റൈഡർ പിഒവിയും വേറെ പഴയ റൈഡർ പിഒകളൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരും എന്തുകൊണ്ട് കാണുന്നില്ല? ഒരു 156 ടോപ്പ് എൻഡ് തൂക്കിയിട്ടുണ്ട്. അതുവരെ ഞാൻ കണ്ടുള്ളൂ, പിന്നെ കണ്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ആക്കുളം പാലത്തിൽ വന്നിരുന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. ഇവിടെ ഒരു മനുഷ്യനും ഇല്ല, അതുകൊണ്ട് നല്ല സ്വസ്ഥവും സമാധാനമായിരുന്നു. ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ക്യാമറയുടെ ചാർജൊക്കെ തീർന്നു. അങ്ങനെ ഞാൻ തേഞ്ഞു. പരിസരത്ത് ആരും ഇല്ലായിരുന്നെന്ന് ഞാൻ പറഞ്ഞ ചുമ്മയാണ്. കപ്പിൾസ് അവിടെ എവിടെയും പോയി കാട്ടി കുത്തിയിരിപ്പുണ്ട്. പൈസ കൊടുത്ത് വല്ല റൂമിലും പോടേ വാണങ്ങൾ ഇറങ്ങിക്കോളും.